മഴക്കാലമൊക്കെ തുടങ്ങി ഒരുപാട് ഡെങ്കിപ്പനിയുടെ കേസുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില കേസുകളിൽ ഗുരുതരമായ വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഡെങ്കിപ്പനി? ഡെങ്കിപ്പനി ഒരു വൈറസ് രോഗമാണ്. കൊതുകുകളിലൂടെയാണ് ഡെങ്കിപ്പനി പടരുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പടരാറില്ല. എന്തൊക്കെയാണ് ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ എന്ന് നോക്കാം. ശക്തമായ പനി, ശക്തമായ തലവേദന, കണ്ണിന് പുറകിലുള്ള വേദന, സന്ധികളിലും മസിലുകളിലുമുള്ള വേദന, അതുപോലെ തന്നെ ശരീരത്തിൽ ചില സ്ഥലങ്ങളിൽ ചുവന്ന പാടുകളൊക്കെ കാണാറുണ്ട്. എന്തൊക്കെയാണ് ഡെങ്കിപ്പനിയുടെ അപകട ലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുകയാണ് നമ്മൾ കാണാറുള്ളത്. പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുന്നത് മൂലം ബ്ലീഡിങ്ങിനുള്ള റിസ്ക് കൂടും. അതായത് മൂക്കിൽ നിന്നോ വായിൽ നിന്നോ ആന്തരിക അവയവങ്ങളിൽ നിന്ന് കുടലുകളിൽ നിന്നൊക്കെ ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെയാണ് BP കുറയുന്ന അവസ്ഥയിലേക്ക് വരെ വരാറുണ്ട്. ഇത് കൂടാതെ തന്നെ കഠിനമായ ഛർദ്ദിൽ, കഠിനമായ വയറുവേദന, മൂത്രത്തിൻ്റെ അളവ് കുറയുക, ശ്വാസം മുട്ടലുകൾ, നെഞ്ചുവേദനകൾ ഇങ്ങനെയുള്ളവയെല്ലാം അപകട ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. ഡെങ്കിപ്പനി വന്ന രോഗികൾ ധാരാളമായി വെള്ളം കുടിക്കുക. ORS, കഞ്ഞിവെള്ളം, നാരങ്ങാ വെള്ളം എന്നിവ വെച്ച് നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നല്ല രീതിയിൽ റെസ്റ്റും എടുക്കുക. അതുപോലെ തന്നെ പ്രധാനമായുള്ള ഒന്നാണ് നമ്മുടെ ചുറ്റുപാട് ക്ലീനാക്കൽ. കൂടാതെ ബെഡ് നെറ്റുകൾ, മോസ്കിറ്റോ റിപ്പലൻസുകൾ ഇവയെല്ലാം ഉപയോഗിക്കുക. ശരീരം മൂടുന്ന രീതിയിലുള്ള വസ്ത്രമിട്ട് കൊതുക് കടി കൊള്ളാതിരിക്കാനും ശ്രമിക്കുക.